അങ്ങനെ പലരും പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും വാങ്ങാൻ പറയത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശമെന്ന് പറയും. ഈ ഒരു വേനൽക്കാലത്ത് എല്ലാവരും നോക്കുന്നൊരു കാര്യമാണ് ഒരു AC വാങ്ങുക എന്നുള്ളത്. അതൊരു പോർട്ടബിൾ AC ആണെങ്കിലുള്ള ഗുണദോഷങ്ങളെക്കുറിച്ച് ഞാൻ ഒരു 3 വീഡിയോളം ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച്. പക്ഷേ അതിനകത്ത് ഒരുപാട് പേര് പിന്നെയും ചോദിക്കുന്ന കുറേ ഏറെ സംശയങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരു പോർട്ടബിൾ AC നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഗുണങ്ങളെന്ത്, ദോഷങ്ങളെന്ത്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന കമൻസിൻ്റെ റിപ്ലൈ ആണ് ഞാൻ ഇന്നിപ്പം തരാൻ വേണ്ടി പോകുന്നത്. അതായത് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന കുറേ കോമൺ ഡൗട്ട്സ്, ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്. അതായത് AC എവിടെ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപയാണ് ഇതിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ ഇത് എവിടെ വാങ്ങാൻ കിട്ടും എന്നൊക്കെ പലരും ചോദിച്ചുകൊണ്ടുള്ള കോൾസും മെസ്സേജസും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാർ നിൽക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ചിലപ്പോൾ മെസ്സേജ് വരുന്നത്, അല്ലെങ്കിൽ കോൾ വരുന്നത്. ഞാൻ ശരിക്കും എനിക്ക് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതിൻ്റെ കാര്യം. ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് ഇത് എവിടെ വാങ്ങാൻ കിട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. ആദ്യം തന്നെ ഈ ഒരു പോർട്ടബിൾ AC യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെന്ന് തന്നെ പറയാം. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എനിക്ക് 2 റൂമിലായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പോർട്ടബിൾ AC വാങ്ങിയതിൻ്റെ കാര്യം. അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു റൂമിൽ മാത്രം AC മതി എനിക്കവിടെ AC വെക്കാൻ, അതായത് ഒരു പോർട്ടബിൾ AC അല്ല, ഒരു സ്പ്ലിറ്റ് യൂണിറ്റ് AC വെക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളൊരു സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റ് AC എടുക്കുന്നതാണ് ഏറ്റവും നല്ല. കാരണം കറണ്ട് കൺസപ്ഷൻ ഏറ്റവും കുറവ് നോർമൽ സ്പ്ലിറ്റ് യൂണിറ്റ് ACക്ക് തന്നെയാണ് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അത് മാത്രമല്ല ഇപ്പോൾ BLDC വരുന്ന ACസും അവൈലബിൾ ആണ്. അതുകൊണ്ട് നല്ല രീതിക്കുള്ള കറണ്ട് കൺസപ്ഷനും അവിടെ കുറയുന്നതായിരിക്കും. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് യൂണിറ്റ് AC ഫിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നൊരു പോർട്ടബിൾ AC. കാരണം ഞാൻ ഈ പറയുന്നൊരു പോർട്ടബിൾ AC എടുക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല റൂംസിലായിട്ട് എനിക്ക് മാറ്റി വെക്കാൻ വേണ്ട, അതായത് ഒരു റൂമിൽ മാത്രമായിട്ടല്ല, എനിക്ക് അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പുറം കൊണ്ടുവയ്ക്കാം, ഒരു ഹോളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഹോളിൽ വെക്കാം. ഇങ്ങനൊരു പർപ്പസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു പോർട്ടബിൾ AC എടുക്കാവുള്ളൂ. അതുപോലെ തന്നെ റെൻറ്റഡ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ കുത്തി തുളയ്ക്കാനോ കാര്യങ്ങളൊക്കെ പാടായിരിക്കും. ഇനി തുളയ്ക്കാൻ പറ്റിയാൽ പോലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്ത ഒരു റെൻറ്റഡ് ഹൗസിലോട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടി ഊരിപ്പറിച്ച് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഊരിയെടുത്ത് തിരിച്ച് അവിടെ കൊണ്ട് അസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റ് വരും. കാരണം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് 4000 രൂപയും 5000 രൂപയൊക്കെ പലരും വാങ്ങാറുണ്ട്. കാരണം അത് ഹൈറ്റിനനുസരിച്ച് പൈപ്പിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ചൊക്കെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്നുള്ളതുകൊണ്ട് പലർക്കും അഫോർഡബിളായിട്ട്, അതായത് റെൻറ്റഡ് ഹൗസ് യൂസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അഫോർഡബിളായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്നൊരു പോർട്ടബിൾ AC. ഇനി രണ്ടാമത്തെ കോമൺ ക്വസ്റ്റ്യനാണ് ഇത് എവിടെ വാങ്ങാൻ കിട്ടുമെന്നുള്ളത്. ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നായിരുന്നു. ആമസോണിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഞാനിവിടെ ടാഗ് ചെയ്തിട്ടോളാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങാൻ സാധിക്കും. ഞാൻ മേടിക്കുന്ന സമയത്ത് തന്നെ ഏകദേശം 39,000 രൂപ സംതിങ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം അതിന് 36 സംതിങ് എങ്ങാണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഷോപ്പുകളിൽ ഇത് വാങ്ങാൻ കിട്ടുമോ എന്നൊരു കോമൺ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഷോപ്പുകളിൽ എൻ്റെ അറിവിൽ കിട്ടുന്നില്ല. പക്ഷേ ചിലർ വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല എവിടെ നിന്നാണ് അവർ വാങ്ങിയതെന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷേ ചിലർ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ഫ്രഷ് എയർ സർക്കുലേഷൻ ഇതിലുണ്ടോ എന്നുള്ളത്. ഞാനത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഫ്രഷ് എയർ സർക്കുലേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും പലരും എന്നോട് ചോദിച്ചു ഫ്രഷ് എയർ എങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, അത് വെറുതെയാണ് എന്നൊക്കെയുള്ളൊരു കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നോർമൽ സ്പ്ലിറ്റ് യൂണിറ്റ് ACക്കകത്ത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇൻസൈഡ്, അതായത് റൂമിൽ വെക്കുന്ന ആ ഒരു യൂണിറ്റിനകത്ത് ഇവാപ്പറേറ്റർ അസംബ്ലിയാണ് വരുന്നത്. ഇതിനകത്തൂടെ കയറി ഇറങ്ങി നമ്മുടെ റൂമിനകത്തുള്ള എയർ തന്നെയാണ് കയറി ഇറങ്ങി പോകുന്നത്. പക്ഷേ സ്പ്ലിറ്റ് ഈ ഇരിക്കുന്ന പോർട്ടബിൾ ACയിൽ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻസൈഡ്, അതായത് നമ്മുടെ റൂമിനകത്തുള്ള എയറിനെ വലിച്ച് കണ്ടൻസർ തണുപ്പിച്ച് ഈ ഒരു കണ്ടൻസറിൽ നിന്ന് വരുന്ന ഒരു ഹീറ്റിനെ പുറത്തോട്ട് കളയാൻ വേണ്ടി ഒരു പൈപ്പുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പുറത്തോട്ടൊരു വലിയൊരു പൈപ്പ് പുറത്തോട്ട് പോകുന്നുണ്ട്. ആ ഒരു വലിയ പൈപ്പിനകത്തൂടെ നമ്മുടെ ഹീറ്റ് പോകുന്ന കൂട്ടത്തിൽ റൂമിനകത്തുള്ള എയറും പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന എയർ ശരിക്കും പറഞ്ഞാൽ അകത്തു നിന്നുള്ളത് തന്നെ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണം ദോഷവും ഞാൻ പറഞ്ഞുതരാം. ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഫ്രഷ് എയർ എടുക്കും. അതായത് നമ്മളിപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഡോർ അടക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ആ പുറത്തുനിന്ന് കാറ്റ് വലിച്ച് അകത്തോട്ട് എടുക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും ഉണ്ടാകും. കാരണം ഇത് അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ വെറുതെ ആരെങ്കിലൊക്കെ വെറുതെ അങ്ങനെ ചെയ്യും എന്ന് പറയുന്ന പോലെ അല്ല. വളരെ കൃത്യമായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഔട്ട്സൈഡ് എയർ, ഔട്ട്സൈഡ് എന്ന് ഉദ്ദേശിക്കുന്ന പുറത്തുനിന്നുള്ളതായിരിക്കണമെന്നില്ല. നമ്മുടെ റൂമിൻ്റെ വെളിയിൽ നിന്നുള്ള എയർ, മേളിൽ വെൻറ്റിലേഷൻസ് ഉണ്ടെങ്കിൽ വെൻറ്റിലേഷൻസിനകത്തൂടെയൊക്കെ എയർ എടുത്ത് പുറത്തോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കറണ്ട് കൺസപ്ഷൻ കൂടുതലാണ്. കുറവാണെന്ന് ഞാൻ ഒരിടത്തും പറയത്തില്ല, കറണ്ട് കൺസപ്ഷൻ കൂടുതലാണ്. പക്ഷേ ഇപ്പോഴും ഞാൻ
ഇന്നലെ വരെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരു രീതിക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. കൃത്യസമയത്ത് ഫിൽറ്റർ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിൽറ്റർ ക്ലീനിങ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രീതിക്കുള്ള കുഴപ്പവും വരുന്നതായിരിക്കത്തില്ല. അടുത്തൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, പവർ കൺസപ്ഷൻ ഭയങ്കര കൂടുതലല്ലേ എന്ന്. 100% സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റ് AC വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് പവർ കൺസപ്ഷൻ കൂടുതലാണ്. ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇതിനകത്ത് ലോഡ് കുറച്ച് കൂടുതൽ വരും. ഇതിപ്പോൾ 1 ടണ്ണിൻ്റെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. 1 ടൺ ഉണ്ട്, അതിൻ്റെ മേലോട്ടുള്ളതുണ്ട്, 1.5 ഒക്കെ ഉണ്ട്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് എനിക്കൊരു റൂമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതാണ്. അത് അത്യാവശ്യം ഏതെങ്കിലും ഒരു ഹോളിലൊക്കെ കൊണ്ടുവച്ചാലും നമ്മൾ അതിൻ്റെ അടുത്തൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു തണുപ്പ് നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ 2-3 കമൻറ്റ് കണ്ടിട്ടുള്ള ഇതിലും ബെറ്റർ സ്പ്ലിറ്റ് യൂണിറ്റ് AC വാങ്ങുന്നത് തന്നെയല്ലേ. 100% നിങ്ങൾ സ്പ്ലിറ്റ് യൂണിറ്റ് AC വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ ഒരു പോർട്ടബിൾ AC തന്നെയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ തന്നെ ഷെയർ ചെയ്തതിൻ്റെ കാര്യം. അടുത്തൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, സൗണ്ട് കൂടുതലാണോ എന്നുള്ളത്. 100% സൗണ്ട് ഉണ്ട്, പക്ഷേ കൂടുതലാണെന്ന് ഞാൻ പറയത്തില്ല. 2-3 മോട്ടോഴ്സ് വർക്ക് ചെയ്യുന്ന, ഒന്ന് നമ്മുടെ കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടർ, 2 നമ്മുടെ കണ്ടൻസറിൻ്റെ ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടി, 3 നമ്മുടെ ഇവാപ്പറേറ്റർ അസംബ്ലിയുടെ എയർ, അതായത് നമ്മുടെ ഫ്രണ്ടിലോട്ട് നമുക്ക് ഇങ്ങോട്ട് എയർ തരാൻ വേണ്ടിയുള്ള മോട്ടർ. ഈ 3 മോട്ടോഴ്സ് കറങ്ങുന്നതിൽ മെയിനായിട്ട് കംപ്രസറിൻ്റെ മാത്രമാണ് ഇച്ചിരി സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ചെറിയൊരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് കേട്ട് കേട്ടെന്ന് ഉറങ്ങാൻ സാധിക്കുമോ എന്ന് പലരും ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു രീതിക്കുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. കാരണം ഒരു ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന, ആ കംപ്രസർ വർക്ക് ചെയ്യുന്ന എത്രത്തോളം സൗണ്ട് ഉണ്ട്, ആ ഒരു സൗണ്ട് തന്നെയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഉറങ്ങാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എൻ്റെ റൂമിൽ തന്നെയാണ് അതിരിക്കുന്നത്. ഞാനത് ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങാറുമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് അത് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ ഇനി ഈ ഒരു AC വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. നിങ്ങൾക്കിത് ബെനിഫിറ്റ് ആണെങ്കിൽ മാത്രം വാങ്ങുക, അല്ലാതെ വെറുതെ വാങ്ങിച്ച് വെച്ച് വെറുതെ പൈസ കളയേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക. വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇവിടെ താഴെ പ്രോഡക്റ്റ് ടാഗ് ചെയ്തും കൂടി ഇട്ടേക്കാം. വാങ്ങിച്ചോളൂ.